ഏഷണി പിശാച് വലിയൊരു പിശാചാണ്. ഇന്ന് ഏഷണി കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ചേടത്തിമാർക്ക് വലിയ പണിയൊന്നുമില്ല. പ്രഷർ കുക്കറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സംഗതി എല്ലാം കൂടെ അരമണിക്കൂർ കൊണ്ട് കഞ്ഞിയും കറിയും ഉണ്ടാക്കി വെച്ചിട്ട് അയൽവക്കത്ത് പേരിക്ക പോയി വന്നേ കേട്ടോ, അവനുമായിട്ട് ലൈനാന്ന്. അപ്പം ഇങ്ങനെ ഏഷണി പറഞ്ഞു വരുത്തി ആ ജീവിതം തന്നെ ആകെ ദുഃഖത്തിൽ ആക്കുന്ന വ്യക്തികളുണ്ട്. ഇതൊരു രോഗം പോലെയാണ്. അതുപോലെ ഇതൊരു പൈശാചിക ബന്ധനമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും സ്വാന്തനവും നൽകാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനു പകരം ഏഷണി കൂട്ടുന്ന സ്വഭാവം, കുറ്റം പറഞ്ഞ് നടക്കുന്ന സ്വഭാവം, അലഞ്ഞു നടക്കുന്ന സ്വഭാവം, ഇതൊരു വല്ലാത്ത പിശാചാണ്. ഈ പൈശാചിക ബന്ധനമുള്ളവർ ഒരു ധ്യാനത്തിൽ കൂടി പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ബൈബിൾ വായിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നേടണം. കൗൺസിലിങ്, സൈക്കോതെറപ്പി, പിന്നെ ധ്യാനം, യോഗ, ഇതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഈ ഏഷണി പിശാചിൽ നിന്ന് കർത്താവെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ മക്കളെ ഏഷണി പിശാചിൽ നിന്ന് മോചിപ്പിക്കണമേ, നന്മ ചെയ്യുവാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കണമേ. കിട്ടുന്ന നല്ല സമയം നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പൈശാചിക ബന്ധനത്തിൽ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. കർത്താവ് എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ഈ മകളുടെ ഏഷണി പിശാച് അകന്നു പോകുവാൻ ഞാനിത് ആജ്ഞാപിക്കുന്നു. കർത്താവേ, ഈ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ മകൻ്റെ മനസ്സിനെ സുഖപ്പെടുത്തണമേ, കഴുകണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.